കല്യാണിയെ കൊന്ന സരയുവിനെ കിരൺ കൊന്നു. അതോടുകൂടി മൗനരാഗത്തിൻ്റെ അവസാനമാവുകയാണ്. അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. കല്യാണിയോടുള്ള പക കൊണ്ടും കിരണെ സ്വന്തമാക്കാനും അതുപോലെ തന്നെ രാഹുലിനെ കിരൺ കൊന്ന് കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ സമനില തെറ്റിപ്പോവുകയാണ്. അങ്ങനെ കല്യാണി തനിച്ച് ആയിരിക്കുമ്പോൾ കല്യാണിയെ ശ്വാസം മുട്ടിച്ച് ഒരു തെളിവുമില്ലാതെ കൊന്നുകളയുകയാണ് സരയു. അത് കഴിഞ്ഞ് കിരൺ വീട്ടിലേക്ക് വരുമ്പോൾ കല്യാണി ജീവനില്ലാതെ കിടക്കുന്നു. അങ്ങനെ കല്യാണിയെ കൊന്നത് സരയു ആണെന്ന് കിരൺ മനസ്സിലാക്കുകയാണ്. സരയു അവിടെ വന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ കിരൺ ശേഖരിക്കുന്നു. പിന്നീട് കിരൺ ഒന്നും നോക്കാതെ സരയുവിനെ കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത്. തൻ്റെ ജീവനായ തൻ്റെ ജീവൻ്റെ പാതിയായ കല്യാണിയെ കൊന്ന സരയുവിനെ ഒരു ദയയുമില്ലാതെ അങ്ങനെ കിരൺ കൊന്നു തള്ളുകയാണ്. കല്യാണിയെ തീർത്ഥത്തിന് പകരം സരയുവിനെ തീർക്കുകയാണ്, കൊന്നു കളയുകയാണ്. അങ്ങനെ കിരൺ അതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. തൻ്റെ ജീവൻ്റെ പാതി ആയ കല്യാണി മരണത്തിന് കീഴടങ്ങും.